ചെറിയൊരു ചാറ്റലൊക്കെ ആയിട്ട് മഴ ഇന്നലെ വൈകുന്നേരം തൊട്ട് പറ്റിക്കാൻ തുടങ്ങിയതാണ്. ചെറിയതായിട്ട് പൊടിയുന്ന ശബ്ദം കേൾക്കാം. രാവിലെ മഴ. കുറച്ച് ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇത്ര നേരം ചുമ്മാ ചാറ്റലായിരുന്നു. ഭയങ്കര മഴയാണെന്നോ? എവിടെ? ഇവിടെയോ? ഭയങ്കര മഴയാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫോട്ടോയില് നിന്നെ കാണുന്നില്ലേ? അതെന്നാ മോനെ ഫോട്ടോയിൽ മോനെ കാണാത്തെ? കുഞ്ഞിനെ ഫോട്ടോയിൽ കാണാത്ത തന്നെ കാര്യം എന്തുവാ? നോക്കട്ടെ, സൂക്ഷിച്ച് നോക്കിക്കേ, സൂക്ഷിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഉണ്ടോ? ആദ്യം കാണുന്നില്ലായിരുന്നോ? എന്നെ കാണുന്നുണ്ടോ? ആ പല്ല് കാണിച്ച്, ഈ പല്ല്, ഈ പോയ പല്ലെന്നുണ്ടെന്ന് കാണിച്ചേ. ആ പല്ല്, പോയ പല്ല്, ഈ ബാക്കി കൂടെ പോയി. ചേച്ചി പഠിക്കുകയാണോ? ഇത് നമ്മുടെ ആ പൂച്ചക്കുഞ്ഞില്ലേടി, തോണ്ടടി അവളവിടെ നിൽക്കുന്നു. ബെൽറ്റ് ഇട്ട പൂച്ച. ഇപ്പം കിട്ടുന്നുണ്ടോ? ഓ അപ്പടിയാ.
ഹോട്ട്സ്റ്റാർ കിട്ടി. അപ്പോൾ അമ്മയ്ക്ക് പത്രമാറ്റ് കാണാമല്ലോ എന്നുള്ള സന്തോഷമാണ്. അച്ഛൻ വെള്ളമുണ്ടോ? ഞാൻ ആ കസേര കയറിയിരിക്കേ. കസേരല്ലേ ഞാനാ ഒരു ചെറിയ സെറ്റപ്പ്. തക്കാളി കറിയൊന്നുമില്ല തിളയ്ക്കുന്നത്. ഇതാണ് പയർ, ചെറുപയർ. തക്കാളിയോ? ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനാണ്. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അയ്യോ ഇങ്ങോട്ട് നോക്കിയേ കുഞ്ഞെ, തക്കാളി റൈസ് ഉണ്ടാക്കാൻ. ടൊമാറ്റോ റൈസ്, തക്കാളി റൈസ്. ഓക്കെ, അമ്മയ്ക്കറിയാവുന്ന രീതിയിൽ അമ്മ ഉണ്ടാക്കി തരും. മോൻ കഴിക്കും. യെസ്. റൈസ് പിന്നെ എന്തുവാ? ശരി, പല്ല് തേക്കണം, കുളിക്കണം, എന്തെല്ലാം പറയുന്നുണ്ട് കുഞ്ഞു. ഞാൻ ഉണ്ടായിക്കോളാം, പക്ഷെ പല്ലൊന്നും തേക്കാൻ ഞാൻ തരത്തൊന്നുമില്ല. കാപ്പിക്ക് എന്തായാലും ചോറ് ഇല്ല, വേറെ ഒന്നുമില്ല. തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ തന്നെ ഇട്ട് കുറച്ച് പരിപ്പിട്ടു, കടുകിട്ടിട്ട് പരിപ്പിട്ടു, ഉഴുന്നിട്ടു, പെരുംജീരകം ഇട്ടു, തക്കാളി ഇട്ടു, ചുമന്നമുളക് ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു രീതിയിൽ യൂട്യൂബിൽ നോക്കിയാൽ വേറെ കാര്യം. എന്തായാലും സാമ്പവയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. പയർ ഏകദേശം വെന്ത് ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി തീയുണ്ടല്ലോ. അപ്പോൾ അതിനകത്തോട്ട് പിന്നെ വെക്കുവാണെങ്കിൽ ഗ്യാസ് ലാഭിക്കും. കള ചേർത്തില്ല. ഇത് വലിയ രീതിയിലൊന്നും നീ അമ്മ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഉടായ്പ റൈസില്ലേ, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി, അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. അമ്മയുടെ അടുത്ത് ഇതൊക്കെ അരി ലാസ്റ്റ്. അതേ മറ്റേ എന്താ പറയുക, ചാക്കരി അല്ല കേട്ടോ. പക്ഷെ റേഷൻ ചാക്കരി ആണെങ്കിൽ അടിപൊളിയാണ്. ഇത് വെള്ളക്കുത്തരി. തക്കാളി വെല്ലിട്ടോളാം. തക്കാളിയുടെ വെള്ളം വെള്ളത്തിന് അപ്പം അതിൻ്റെ പഴുത്ത തക്കാളിയൊന്നുമില്ല. പൂത്ത കളയാൻ കൊച്ച, എനിക്ക് സമയം കിട്ടട്ടെ. ശമ്പവി കടുക് ഇട്ടു കേട്ടോ. തക്കാളി ഇത് ഇവിടെ കടുക് ഇട്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇളക്കാം. തക്കാളി അല്ലേ അത്. ഇതെന്തുവാ? ഇഞ്ചി, പച്ചമുളകോ, വെളുത്തുള്ളി. നാളെ നീ എനിക്ക് ഉണ്ടാക്കി തരാനുള്ളതാണ്, മനസ്സിലാക്കണം. അരി വേറായെന്നോ? അരിയൊക്കെ പണ്ടൊക്കെ ഇവിടെ കടുക് പൊട്ടി. ചുവന്ന മുളക്, ഇതൊക്കെ എന്നാ വരുവാ. ചുവന്ന മുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കുരുമുളക്. എന്തൊക്കെയാ? ഇഞ്ചിയില്ല, വെളുത്തുള്ളി, കുരുമുളക്,
കുരുമുളക്. ആര് പിടിക്കി? ആടി പയർ അതൊന്ന് വഴലട്ടെ. വഴന്ന് കഴിയുമ്പോൾ ഇതാ നിന്നെ ഇവിടെ ഇരുത്താത്ത എല്ലാത്തിനും തിടുക്കുക. അതിട് ഇതിട്. എന്നതാ ഊളിപ്പ കാണണ്ട. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ. നാളത്തേക്ക് ഞങ്ങളിരിക്കാം, വയ്ക്കാം. എന്തോ എന്ത് ഇടാറായോ? റൈസ് ഇടാറാകുമ്പം ഞാൻ പറയും കേട്ടോ. എന്നത് അടുത്തത് മുളക് പൊടി. ഒത്തിരി വേണ്ട, നീ കഴിക്കുന്നല്ലേ. അയ്യോ ഇനിയിപ്പോൾ എന്തുവാ? മല്ലിപ്പൊടി. കുറച്ച് പോരെ? മതി. ഇനി ഇപ്പോൾ തക്കാളി ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഇതൊക്കെ മതി. ഇതൊക്കെ ഇതിനകത്ത് കൂടുതലാണ്. റൈസ് ചേർക്കും. ഇത് കുരുമുളകും വേണ്ട, എല്ലാം കൂടെ ഭയങ്കര. ചോറിട്ടില്ലല്ലോ. ഇട്ടില്ലല്ലോ. ഒന്ന് റാവാൻ കൂടെ മൂടി വെക്കട്ടെ. കഴിഞ്ഞിട്ട് പൊക്കം ഇടുന്നു. പല്ല് വെച്ചിട്ടോ. നെയ്യ് കുറച്ചേ ഉള്ളൂ.
കേട്ടോ. മല്ലയിലയും കൊണ്ടായിരുന്നു അടിപൊളിയായിരുന്നു. പൊള്ള വെച്ച് ചെയ്യാം. ചൂട് ചൂടാണ് മാറ്റി വെക്ക്. എനിക്ക് ഒരു സെക്കൻഡേ. കുഴപ്പമുണ്ടോ? ഇല്ല. നല്ലതാണോ? ആ പറഞ്ഞോ. ഇതിപ്പോൾ എല്ലായിടത്തും നടക്കുന്നതല്ലേ. കൊള്ളാവോ? കൊള്ളാം. ആരിലൊക്കെ കൊള്ളാവോ? സംഭവം കൊള്ളാവോ? ചോറുണ്ടോ? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആ എന്താ ചോറാമേ? ഹലോ. ആ ഇന്ന് വൈകിട്ട് നല്ലൊരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടു. രാവിലത്തെ മഴ ചെടികൾക്ക് പോലും അത്ര സെറ്റാകാനുള്ളതായിട്ടില്ല. ചൊവ്വാഴ്ചയുണ്ടോ? നാലുമണിയായി. ചെറിയൊരു മൂടൽ അവിടെ നിന്നിങ്ങനെ പയ്യെ മൂടിക്കെട്ടി വരുന്നുണ്ട്. അയ്യോ എന്തോ മൂളവശത്ത് അങ്ങനെ വലിയ മൂടലില്ല. ഇങ്ങനെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല മൂടലുണ്ട്. ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു. പാല് മേടിക്കാൻ വരുന്നോ? നീ പോയി മേടിക്കണ്ട, പോയി മേടിച്ചോണ്ടോ. നീക്കാരും പഠിക്കുന്നില്ല. ശ്യാമളമ്മ കൊണ്ടുപോകുന്നത് പാലമണി ഒന്നും പറയാനും പീഡനാന്ന് പറയും. മാനസിക പാവം പിടിച്ച അമ്മേനെ വിലയില്ലാത്തതുകൊണ്ട്, അമ്മയ്ക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടല്ലേ മരുമൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. പറ. ആ അപ്പൻ്റെ അടുത്ത് പോയി നിന്നൂടെ? പറയൂ. ബാക്കിയുള്ളവരൊക്കെ അമ്മ അച്ഛനെയൊക്കെ മാതാവേ പിതാവേ ഇതാണല്ലോ വിളിക്കുന്നത്. പൈസ അനുസരിച്ചേ. ഞാനിവിടെ ഒരു പുക കളവക്കുകയാണ്. ഭയങ്കര കൊതുക്. പോച്ചില്ലേ പറ്റത്തില്ല എൻ്റെ അമ്മച്ചിയോ. ആ ചേട്ടാ വന്നാച്ച് കടയിൽ പോയതാ, വരുന്നുണ്ട്. ഇവിടെ തീ പിടിച്ചേട്ടാ. കാരണം എലിയെ എന്നെ ഇല്ല ചുട്ട് എലിയെ അല്ല എലിയെ അങ്ങനെ സംഭവമില്ലേ. അവലെ കൊതുകിനെ തുണിയല്ലല്ലോ, ഞാൻ ഇപ്പം അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇവിടെ ഇപ്പുറത്താണ് ഇരുന്നത്. പാലും പിന്നെ പാലും. ഇതന്നെ ആ രണ്ടും ഓണായിരുന്നോ? പക്ഷെ ഇതില്ല, ലൈറ്റിനൊരു സക്കത്തി ഒരു ഇതില്ല, പവറില്ല. പട്ടിക്കുഞ്ഞോ മണം വെച്ച് പറയാനായിട്ട്? നാരാളി ഇപ്പൊ അവിടെ ഇരിക്കുന്ന കണ്ടോ? അത് ഓടി വന്ന് കത്തിക്കല്ലോ മോനെ. ആരെ തരണം? പൊരോറ്റയോ? അതാരീ പൊരോറ്റ? ഏത് പാത്രം? ഏത് പൊരോറ്റ? പൊന്നമ്മയോ? ഏത് പൊന്നമ്മ? ഞാൻ എടുത്തോളാം.